എൻ്റെ പേര് പുഷ്പ. ഞാൻ വയനാട്ടിൽ നിന്ന് വാഴവറ്റ ഇടവകാംഗമാണ്. ഞാൻ 2022 ഒക്ടോബർ മാസത്തിലുള്ള താമസിച്ചുള്ള ധ്യാനത്തിൽ എനിക്കിവിടെ വരാൻ സാധിച്ചു. അന്നേരമാണ് ഞാൻ അത്ഭുത ജപമാലയെ പറ്റി അറിയാൻ തുടങ്ങിയത്. എനിക്ക് അത്ഭുത ജപമാലയിൽ കിട്ടിയ അനുഗ്രഹമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ 2022 ഡിസംബർ മാസം എനിക്ക് സ്റ്റെപ്പിൽ നിന്ന് കാല് വഴുതി വീണ് എനിക്ക് ലിഗമെൻറ്റ് ഫ്രാക്ചർ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അന്നേരം ഞാൻ പിന്നെ പ്ലാസ്റ്ററൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ അത്ഭുത ജപമാല റിപ്പീറ്റഡ് ആയിട്ടും എല്ലാം ഇങ്ങനെ ചെയ്തു, ഓൺലൈനിലും ഉള്ള ശുശ്രൂഷ ചെയ്തു കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ പേര് പുഷ്പയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായി. അങ്ങനെ 40 ദിവസവും ഞാൻ അങ്ങനെ ഇരുന്ന ഇരിപ്പിലെല്ലാം ഓരോ ദിവസവും മുടങ്ങാതെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്ലാസ്റ്റർ അഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പിന്നെ കാലിന് നീര്. അന്നേരം ഞാൻ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിയാതെ കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെബ്രുവരി 2023 അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, സ്റ്റെപ്പിൽ നിന്ന് കാല് വഴുതി വീണ് ലിഗമെൻറ്റ് ഫ്രാക്ചറായ ഒരാളെ ദൈവം അനുഗ്രഹിക്കുന്നു, അതൊരു പെണ്ണുങ്ങളാണ് എന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഏതായാലും അച്ഛൻ വിളിച്ചു പറഞ്ഞു കുറച്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ കാലിൻ്റെ നീരും ഭേദമായി, എനിക്ക് പൂർണ്ണമായി നടക്കാൻ പറ്റി. അതുപോലെ തന്നെ എൻ്റെ മോള് BSc നഴ്സിംഗ് പഠിക്കാൻ പോയിട്ട് അവൾക്ക് ഭയങ്കര സ്ട്രെസ്സൊക്കെ ആയിപ്പോയി. അവൾ പഠിത്തം നിർത്തി വരണമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞു, നീ ഏതായാലും ഈ പരീക്ഷ എഴുത്, നമുക്കത് കഴിഞ്ഞ് തീരുമാനിക്കാം. അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന് സകല തിന്മകൾക്കും എതിരെയുള്ള പ്രാർത്ഥന അവൾക്ക് എഴുതി കൊടുത്തു. അവൾ അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 75 പേരിലടങ്ങിയ പിള്ളേരിൽ 4ാം സ്ഥാനം നൽകി അവളെ ദൈവം അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അവളുടെ ഒരു കൂട്ടുകാരി ആ പരീക്ഷയിൽ തോറ്റുപോയിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു 6 മാസം കഴിഞ്ഞ് അടുത്ത പരീക്ഷ വന്നപ്പോൾ ആ മോള് വിളിച്ചു പറഞ്ഞു, മമ്മി എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പം ഞാൻ മാളു എന്നാണ് ആ കുട്ടിയെ വിളിക്കുന്നത്. പക്ഷേ ഈ പരീക്ഷേൻ്റെ തലേദിവസം ഇരുന്ന ഉള്ള അത്ഭുത ജപമാല ഓൺലൈനിലാണ് അച്ഛൻ വിളിച്ചു പറയുന്നത്, മാളു എന്ന് വിളിപ്പേരുള്ള കുട്ടിയെ ദൈവം അനുഗ്രഹിക്കുന്നെന്ന്. അങ്ങനെ ആ കുട്ടി പരീക്ഷ എഴുതി അവൾക്ക് നല്ല മാർക്കോടെ അവൾക്ക് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. മോന് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടി അവന് പാസ്സാകാൻ സാധിച്ചു. ഇത്രയും കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. കണ്ട എന്തോരം കാര്യങ്ങളാണ് ചേച്ചി പറഞ്ഞല്ലേ. കാരണം ആ ചേച്ചി ഏറ്റവും കൂടുതൽ കണ്ട ശുശ്രൂഷയാണ് അത്ഭുതങ്ങളുടെ ജപമാല, വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന. ഈ ശുശ്രൂഷയെ കണ്ടിട്ടാണ് ഇത്രയധികം അനുഗ്രഹം കിട്ടിയത്. കർത്താവ് അച്ഛനും തന്നൊരു ദൈവസ്വര സന്ദേശം അച്ഛൻ വായിക്കാം. ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. കണ്ടോ എന്താ പറഞ്ഞത്? പരിശുദ്ധ അമ്മയുടെ ജപമാല ഉണ്ടല്ലോ, ഈ അത്ഭുതങ്ങളുടെ ജപമാല നിങ്ങൾ മുടങ്ങാതെ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. അതിൻ്റെ ഒരു സാക്ഷി ഇവിടെ സ്ഥിരമാണ്. ഈ സാക്ഷ്യങ്ങൾ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആളുകൾ ഈ ഏകദിന ബൈബിൾ കൺവെൻഷന് വരുമ്പോൾ ആ സാക്ഷ്യം പറയുക. അപ്പോൾ ഒരു സാക്ഷ്യത്ത്, 2ാമത്തെ സാക്ഷ്യത്ത്, 3ാമത്തെ സാക്ഷ്യത്ത്, 4ാമത്തെ സാക്ഷി ഇങ്ങനെ പറഞ്ഞിട്ട് അവർ സാക്ഷ്യങ്ങൾ പറയുക. കണ്ടില്ലേ? ഇവിടെ ഒരു താമസമുള്ള ധ്യാനം കൂടിയപ്പോൾ അത്ഭുത ജപമാലയെ പറ്റി അറിഞ്ഞു. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഒരു പ്രതിസന്ധി വന്നപ്പോൾ, കാലിന് ഇങ്ങനെ ഒരു പൊട്ടൽ വന്നപ്പോൾ ഇത് കാണാൻ തുടങ്ങി. അന്ന് മുതൽ അങ്ങോട്ട് തുടർച്ചയായി കാണാൻ തുടങ്ങി. അപ്പോൾ കാലിൻ്റെ രോഗം മാറി, പിന്നെ നീര് മാറി, പിന്നെ വേര് വിളിച്ചു പറഞ്ഞു, പിന്നെ മക്കൾക്ക് അനുഗ്രഹം കിട്ടി, പിന്നെ അങ്ങനെ കിട്ടി കണ്ടോ. അപ്പോൾ നിങ്ങൾ അത്ഭുതങ്ങളുടെ ജപമാലയാണ് കേട്ടോ ഏറ്റവും വലിയ ഇവിടുത്തെ ശുശ്രൂഷയാണ്. നിങ്ങൾ വിദേശ സ്വദേശത്തുള്ളവർക്കൊക്കെ അത് നിയോഗിച്ച് കാണാവുന്നതാണ്.